Sneak away. There is no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ആൽബിനെയും നിധിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന് കാൽക്കാരനായി മാറിയ യോസേപ്പേ, ദൈവമാതാവെ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരനായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. I'll be forever by your side. I'll be the safest place for you to hide. Your love, it makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. I've never
take me places where the winds don't blow, so I won't let go. The fire and stone in places unknown, I'll never let go, I'll never let go. Thought I knew my way till I found you. You took me to a place I never knew. So take my hand into the great unknown, and I'll never let go. The fire and stone in places unknown, I'll never let go, I'll never let go. കൃപയോടെ വാഴാൻ വിശ്വസ്തമാ ഏറെ പ്രിയപ്പെട്ട ആൽബനും നിധിയും തിരുവാലയത്തിൽ വെച്ച് വിവാഹം എന്ന കുദാശ സ്വീകരിച്ച് തിരുസഭയിൽ ഒരു കുടുംബത്തിന് രൂപം നൽകുകയാണ്. ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഈ മക്കളോടൊപ്പം ആയിരിക്കുവാൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാ ആശംസകളും നേരുവാനും നമ്മളെല്ലാവരും ഈ ദേവാലയത്തിലായിരിക്കുന്നു. ഇവർ രണ്ടുപേരെയും ദൈവത്തിനുമുമ്പിൽ സമർപ്പിച്ച് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരാരംഭിക്കുന്ന കുടുംബജീവിതം ഏറെ മനോഹരമായി ദൈവാനുഗ്രഹപ്രദമായി നയിക്കുവാൻ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഈ മക്കൾക്ക് എന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഒരുമയോടെ ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ മാധവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോട് പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ബന്ധഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊടികളായി കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനും ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സാരത്തിന്റെയും നാദിക സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ലെന്ന് രക്ഷിത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ എന്നേക്കും.
കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മാതൃസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അത്ഭുതത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകമായ 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ശാലയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവനും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ശാല മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ശാലയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ.
യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. തിരുസഭയിൽ വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ആൽബിൻ്റെയും നിധിയുടെയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, തിരുസഭയിൽ ഇന്ന് രൂപീകൃതമാകുന്ന ദൈവസാന്നിധ്യത്തിലെ പുതിയ കുടുംബത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മൾ ഇവിടെ ഒന്ന് ചേർന്നിരിക്കുക. ഇനി മുതൽ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തമായ തീരുമാനങ്ങളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകേണ്ടത് നിങ്ങളോട് ചേർന്ന് ഒന്നിച്ച് എടുക്കുന്ന തീരുമാനം. ഈ തീരുമാനമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതം എവിടെയെങ്കിലും ദരിദ്രരുടെ കടന്നുപോകുന്നു മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നിമിഷം മാറ്റിവെക്കുക. അവർക്ക് വേണ്ടി അവരുടെ ചിന്തകളെ ഏറ്റെടുക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ. അദ്ദേഹം തങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ പോളിയോ ബാധിച്ച് നടക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വയലിൻ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് വായിക്കുന്ന ഒരു വയലിനിസ്റ്റായിട്ട് മാറി. വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുവാൻ പോകുന്നവർക്ക് വേണ്ടി കർത്താവേ, ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ മാധ്യസ്ഥത വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സന്നിധിയെ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മേരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരണം നേടുവാൻ അവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കുടുംബത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കുദാശയിൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിധി നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കുന്നു. നിധി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആത്മനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹത്തിൻ്റെ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം കാലത്തുകാരം ചേർത്തിരിക്കും.
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കോടും കൂടെ പ്രവചനം നയിക്കുവാൻ നമ്മുടെ പിതാവായ യേശുമിശിഹാ നിങ്ങളെ വാക്കിൽ കൽപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണങ്ങളുടെ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാലീനയാപുരം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉന്നതമായിരിക്കുന്ന കുരിശ് നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കൃപാഫലത്തിന്റെ നിശ്ചലത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. ഭൂതമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ വിശ്വസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ക്ഷയിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇനി മുതൽ മരണവരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സർവശക്തനായ ദൈവത്തെ ആധ്യാത്മിക സത്യത്താലും വിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും
അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശിക്ഷയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്നേഹവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സ്ഥലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലേകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാത്രികന്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ പെരുന്നാമകം സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാന ഞങ്ങളുടെ കരങ്ങളിൽ പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്ത ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ കാരുണ്യാത്രയ്ക്ക് പോലെ യോഗ്യരാക്കി. അത് നൽകിയ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോൾ സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശീനപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാനങ്ങളെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. പണ്ടകൾക്കായി വിചാരങ്ങൾ സംഘത്തിലേക്ക് നിശബ്ദരായി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടെ ഉയരങ്ങളിലെ
കൃപ കാണിക്കുകയും ചെയ്തു. അഗ്നിമയമായ വരവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ പ്രൗഢന്മാരുടെ സ്തംഭങ്ങളിൽ ചേർന്ന് ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ബലഹീനമായ
കാരുണ്യം ഈശോ സ്നേഹവാത്സല്യം ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ എന്റെ ശ്വാസം അറിവോടെ ഇവയിൽ പങ്കുകൊള്ളാൻ ഗ്രഹിക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈനീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങളുടെ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ ഇവരുടെ കുടുംബജീവിതത്തിലെ ഐശ്വര്യമുള്ളതാക്കട്ടെ. സകലക്ഷരുടെയും പ്രാർത്ഥന അവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായി എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത് കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂടാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we
dreams to the rising sun. Make our way, we have just begun. We're closer to heaven, there's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to heaven, there's so much ahead of us. This is what we've been waiting
നമ്മുടെ newlyweds നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ക്യാൻ വി ഹാവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്? ഏറ്റവും ആദ്യം നല്ലൊരു കൈയടി കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ newlyweds ആൽബിൻ ആൻഡ് നിധി. സോ ഏറ്റവും ആദ്യം ഒരു കൺഗ്രാറ്റ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് നിധി. സോ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഗദർ. ആൻഡ് ഇവരെ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്, എങ്കിലും ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരെ ഒന്ന് ഫോർമൽ ആയിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഗ്രൂം, മിസ്റ്റർ ആൽബിൻ മാത്യു, hail from Kurikandil, Ayavana, Kodamangalam, and he is a software engineer at Amazon US. And about the beautiful bride, Mrs. Nidhi and Sebastian, hail from Parakel, Rohini, Delhi, working as a software engineer at NordWest Groups, Delhi. So this is all about them, and I'm so happy to introduce them for the very first time as husband and wife. സോ ഇനി നമ്മൾ ഒട്ടും വൈകാതെ രണ്ടുപേരുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ്, it's very exhilarating feeling, and I'm extremely happy to be wife of Alan. So I'm really excited to marry Nidhi. Nidhi, I love my life. Yeah, very much excited. Okay, so thank you so much. നല്ലൊരു കൈയടിയാണ് കൊടുക്കുന്നത്. യെസ്, എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ടാണ് കൈയടി ഇത്തിരി കുറവ്. എനിവേ, നമുക്ക് ഒട്ടും വൈകാതെ രണ്ടുപേരുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ് മീ വെൽക്കം ദ ഗ്രൂംസ് ഫാമിലി. ഫാദർ മിസ്റ്റർ ബിജു മാനുവൽ, he is a farmer, and mother Mrs. Rani Biju is a lovely homemaker. So നല്ലൊരു കൈയടിയോട് കൂടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please welcome Mr. Biju Manuel and Mrs. Rani Biju onto the stage. And now let me welcome Albin's one and only sister, Miss Anu Matthew, BSc Nurse at Ahalya Women and Children's Hospital, Palakkad. So nallora radio kuda please welcome Anu onto the stage. And now it's time to welcome the bride's family. Father Mr. Devasya Sebastian, retired postgraduate professor, and mother Mrs. Philomena Sebastian, retired higher secondary school principal. So നല്ലൊരു കൈയടിയോട് കൂടെ രണ്ടുപേരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And now the stage is complete. ഇനി ഒരു full family picture എടുക്കാനുള്ള സമയം. Okay, so now we are moving on to official ceremonies. നമ്മൾ official ceremoniesലേക്ക് കടക്കുകയാണ്. So first we have the candle lighting ceremony. So the newlyweds and the family, please step forward to the candle. Candle അടുത്തേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഏറ്റവും ആദ്യം ഇരുവശങ്ങളിലുള്ള തിരികൾ രണ്ടുപേരുടെയും ഫാമിലീസ് ആയിരിക്കും തെളിയിക്കുന്നത്. ആദ്യം ആൽബിന്റെ പേരൻസ് ആണ് ഒരുമിച്ച് തിരി തെളിയിക്കുന്നത്, അതിനുശേഷം നിധിയുടെ പേരൻസ് ഒരുമിച്ച് തെളിയിക്കുന്നു. സോ ഇനി നിധിയുടെ പേരൻസ് ആണ് ഒരുമിച്ച് തിരി തെളിയിക്കുന്നത്. ആന്റണി, നിധി ആൻഡ് ആൽബിൻ രണ്ടുപേരും നിങ്ങളുടെ പേരൻസ് തെളിയിച്ച ആ ഒരു പ്രകാശം, ആ ഒരു തിരി എടുത്തുകൊണ്ടാണ് സെന്ററിലുള്ള തിരി തെളിയിക്കുന്നത്. പേരൻസ് നിങ്ങൾക്ക് നൽകിയ ഈ ഒരു പ്രകാശം ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. യെസ്, നല്ലൊരു കൈയടി കൂടെ കൊടുക്കാട്ടോ. യെസ്, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ആൽബിൻ ആൻഡ് നിധി ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ഫസ്റ്റ് കേക്ക് സ്ലൈസിംഗ് ആണ്. സോ റെഡിയാണോ? റെഡി. ആൻഡ് ഹിയർ വി ഗോ. Congratulations Albin and Nidhi. We wish you a very happy married life together. നല്ലൊരു കൈയടി കൂടെ കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ് for this beautiful moment happening here on stage. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step
ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ഫസ്റ്റ് വൈൻ ടോസ്റ്റിംഗ് സെറമണി ആണ്. സോ രണ്ടുപേരും വൈൻ ഗ്ലാസസ് എടുത്തോളൂ ആൻഡ് പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ. And first, raise the toast to the audience and then you may share each other. ഏറ്റവും ആദ്യം ഓഡിയൻസിന് ഒരു ടോസ്റ്റ് റേസിംഗ് ആണ്. യെസ്. ആൻഡ് നല്ലൊരു ചിയേഴ്സ് പറഞ്ഞോളൂ. നമ്മളൊന്നും കേട്ടില്ല അല്ലേ? ഒന്നും കേട്ടില്ല. ഒന്നുകൂടെ. യെസ്. ഒരു ചിയേഴ്സ് പറഞ്ഞോളൂ. Make a cheers. Hands over raise ചെയ്തോളൂ. And നല്ല ഉഷാറായിട്ടൊരു ചിയേഴ്സ് കൂടെ പറഞ്ഞിട്ട് you can share each other. Okay, നല്ലൊരു കൈയ്യടി കൂടെ കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു for this beautiful moment. Okay, so now thank you so much.
Feels like the first time. Every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time. Let's go wherever the wind blows. Wherever the wind blows. Wherever the wind blows. Oh, when you're next to me, everything stands alone in time. Forever's not long enough to have you here and call you mine. It's like the morning light as it comes bursting through the trees. Oh, in the still of night, I can feel you next to me. Oh, let's go wherever the wind blows. Fly away where only the stars go.